guys, welcome back to yet another video of collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് BSc ഡയാലിസിസ് ടെക്നോളജി പഠിക്കാനായിട്ട് കർണാടകയിലെ മികച്ച കോളേജസ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ +2 കഴിഞ്ഞതിന് ശേഷം BSc ഡയാലിസിസ് ടെക്നോളജി എടുക്കാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കർണാടകയിലുള്ള മികച്ച ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അറിയാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ താഴെ കാണുന്ന വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും അവിടെ ലഭിക്കുന്നതാണ്. അലൈഡ് ഹെൽത്ത് സയൻസ് സെക്ടറിലെ ടോപ്പ് കോഴ്സുകളിൽ ഒന്നാണ് BSc ഡയാലിസിസ് ടെക്നോളജി. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇനി അടുത്തൊരു 5 വർഷത്തിനകത്ത് വളരെയധികം ഡെവലപ്പ് ആകാൻ പോകുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഇത്. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പാണ്. അനവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ് BSc ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് മികച്ച രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസ് മികച്ചതായിരിക്കണം. ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഠിക്കുന്ന സ്ഥലം, അതായത് നിങ്ങൾ പഠിക്കാൻ ചൂസ് ചെയ്യുന്ന ക്യാമ്പസ് മികച്ചതാണെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റിയിലും റിഫ്ലക്ട് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ മികച്ചതാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊരു ക്യാമ്പസ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിൽ പെടുന്നവയാണ് നിങ്ങൾക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നുണ്ടോ, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ, പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ തിയററ്റിക്കൽ ക്ലാസ് വളരെ മികച്ചതായി നൽകുന്നുണ്ടോ, ക്ലാസ്സുകൾ എടുക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണോ, ഹോസ്പിറ്റൽ ഉണ്ടോ, മെഡിക്കൽ കോളേജ് ഉണ്ടോ, അല്ലെങ്കിൽ സ്വന്തമായ ഹോസ്പിറ്റൽ ഉണ്ടോ, ഇത് രണ്ടുമില്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ടോപ്പ് ഹോസ്പിറ്റലുകളുമായി പാർട്ട്നേർഡ് ആണോ, ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും നിങ്ങൾക്കിത് ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. അവിടെയാണ് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായി സാധിക്കുന്നത്. നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ ഈ കോഴ്സുകൾക്കെല്ലാം ഏറ്റവും ഡിമാൻഡുള്ള മറ്റൊരു സ്ഥലമാണ് കർണാടക എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും ഇവിടെ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിലും പല സാഹചര്യങ്ങളും കൊണ്ടും അത് പോസിബിൾ ആവാതെ പോകുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് നേരിട്ടെത്തി കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടാകാം, അല്ലെങ്കിൽ കോളേജിനെ പറ്റി പ്രോപ്പർ ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ എന്താണ് ഈ കോഴ്സ് എന്ന് അറിയാത്തത് കൊണ്ടാവാം. അപ്പോൾ ഇതെല്ലാം ഇനി തടസ്സമായിട്ട് കരുതേണ്ട കാര്യമില്ല, കാരണം ഇതിലെല്ലാത്തിലും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ കർണാടകയിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ടോപ്പായിട്ടുള്ള കോളേജസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതും കർണാടകയിലെ ടോപ്പ് സിറ്റീസായ ബാംഗ്ലൂരിലും മാംഗ്ലൂരിലും പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ മാംഗ്ലൂരിൽ നിങ്ങൾക്ക് ഏതൊക്കെ ക്യാമ്പസുകളാണ് അവൈലബിൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേതാണ് എനപ്പോയ ഡീം ടു ബി യൂണിവേഴ്സിറ്റി. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള എനപ്പോയയിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിൽ 50% മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എലിജിബിൾ ആയിട്ട് ഇവിടെ കയറാൻ സാധിക്കുന്നതാണ്. അതും നിങ്ങൾക്ക് ഇവരുടെ 3 വർഷത്തെ അക്കാഡമിക് ക്ലാസ് പ്ലസ് 6 മാസത്തെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാം. അടുത്തതാണ് ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ശ്രീനിവാസ് കോളേജ്. ഇവിടെ നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടെങ്കിൽ എലിജിബിൾ ആണ്. അതുകൂടാതെ ഇവരുടെ 4 വർഷത്തെ കോഴ്സിൽ അവസാനത്തെ 1 വർഷം ഇന്റേൺഷിപ്പിന് വേണ്ടിയുള്ളതാണ്. അത് നിങ്ങളുടെ കരിയർ ഗ്രോ ചെയ്യാനായിട്ട് വളരെ മികച്ച രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് 35% മാർക്ക് മാത്രമാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിൽ +2 ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് സീറ്റ് അവൈലബിൾ ആണ്. ഇവിടെ 4 വർഷത്തെ കോഴ്സ് വരുന്നതിൽ അവസാനത്തെ 1 വർഷത്തെ മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് ആണ് ലഭിക്കുന്നത്. ഇത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന ഒരു മികച്ച കോളേജാണ്. അതുകൂടാതെ 1 വർഷം അവർ 10 സീറ്റ് മാത്രമേ ഇൻടേക്ക് ചെയ്യുന്നുള്ളൂ. അടുത്തത് മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ കീഴിൽ വരുന്ന കസ്തൂർബ മെഡിക്കൽ കോളേജ്. ഇവിടെ നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടെങ്കിൽ എലിജിബിൾ ആണ്. കൂടാതെ ഇവരുടെ 4 വർഷത്തെ പ്രോഗ്രാമിൽ അവസാനത്തെ 1 വർഷം നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ്ലി ഇന്റേൺഷിപ്പിന് വേണ്ടിയുള്ളതാണ്. ഇവയൊക്കെയായിരുന്നു നിങ്ങൾക്ക് മാംഗ്ലൂരിലെ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ടുള്ള ടോപ്പ് ഓപ്ഷൻസ്. തീർന്നിട്ടില്ല, ബാംഗ്ലൂരിലും ഇനിയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. ആദ്യത്തേതാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. 50% മാർക്ക് നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. 45% മാർക്ക് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BGS കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൽ പഠിക്കാനായിട്ട് സാധിക്കും. അതും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ കീഴിൽ. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന മറ്റൊരു മികച്ച കോളേജാണ് വൈദേഹി മെഡിക്കൽ കോളേജ്. 4 വർഷത്തെ ടോട്ടൽ കോഴ്സിൽ അവസാന 1 വർഷത്തെ ഇന്റേൺഷിപ്പ് തന്ന് നിങ്ങളുടെ കരിയർ മികച്ചതാക്കാൻ ഇവർ നിങ്ങളെ സഹായിക്കും. ഇവ കൂടാതെ ജെയിൻ യൂണിവേഴ്സിറ്റി, MBM കോളേജ്, രാജരാജേശ്വരി, ഇതെല്ലാം മികച്ച ഓപ്ഷൻസ് ആണ്. അപ്പോൾ കോളേജസ് ഏത് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഒരു കോഴ്സാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഏത് കോളേജ് വേണമെന്ന് ഉടനെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് മറക്കാതെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ പ്രോസസ്സും മറ്റു കാര്യങ്ങളും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. കൂടാതെ താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങളുടെ BSc ഡയാലിസിസ് ആൻഡ് ടെക്നോളജിയുടെ കരിയർ കർണാടകയിലാവട്ടെ.